സമീപകാല മലയാള സിനിമയിൽ കോടികൾ വാരിയ ചിത്രങ്ങളെ വിമർശിച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കുരിയിൽ. ആവേശം, പ്രേമലു, മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ സിനിമകൾക്കെതിരെയാണ് ബിഷപ്പ് വിമർശനം ഉന്നയിച്ചത്. ആവേശത്തിലെ ഇലുമിനാറ്റി ഗാനം പരമ്പരാഗത ക്രൈസ്തവ വിഭാഗത്തിനെതിരാണെന്നും സഭ കുട്ടികൾക്കായി സംഘടിപ്പിച്ച പരിപാടികൾക്കിടെ അദ്ദേഹം പറഞ്ഞു. ആവേശം സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ്. ഹോസ്റ്റലുകളിൽ പഠിക്കുന്ന കുട്ടികളുമില്ല, പഠിപ്പിക്കുന്ന അധ്യാപകരുമില്ല. മുഴുവൻ നേരവും ബാറിലാണ്. അക്രമവും അടിപിടിയുമാണ്. ഇലുമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മതത്തിന് എതിരായി നിൽക്കുന്ന സംഘടനയാണ്. ആ സന്ദേശമാണ് കിട്ടുന്നത്. എന്നിട്ട് ഇതെല്ലാം നല്ല സിനിമയാണെന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ്. പ്രേമലുവിലും അടിയും കുടിയുമൊക്കെയാണ്. നല്ല പോലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരാൾ അപകടത്തിൽപ്പെട്ടപ്പോൾ പോലീസും അഗ്നിരക്ഷാസേനയും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ഇറങ്ങി വീണയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് മഞ്ഞുമ്മൽ ബോയ്സ്. നല്ല കാര്യം. എന്നാൽ ഒരു കാര്യം ആലോചിക്കണം. അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ കുടിയും ഛർദിയുമാണ്, ബിഷപ്പ് പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇംഗ്ലീഷ് നോവലുകളിലും സിനിമകളിലും പലതവണ കടന്നു വന്നിട്ടുള്ള പേരാണ് ഇലുമിനാറ്റി. നൂറ്റാണ്ടുകളായി ലോകം ചർച്ച ചെയ്യപ്പെടുന്നതും എന്നിട്ടും കണ്ടെത്താൻ കഴിയാത്തതുമായ ഇലുമിനാറ്റി കഥയുടെ ആവിർഭാവം എവിടെയെന്ന് ആർക്കും ഉത്തരമില്ല. ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം മറ്റൊരു കൂട്ടം ആളുകൾ കൂട്ടമായി എത്തി ചെയ്യുന്നു. മലയാളത്തിന്റെ ലൂസിഫർ സിനിമയോടെയാണ് ഇലുമിനാറ്റി ചർച്ചയായത്. കേരളത്തിൽ മയക്കുമരുന്ന് പ്ലാന്റ് തുടങ്ങാൻ സാമ്പത്തിക സഹായം കണ്ടെയ്നർ വഴിയും കപ്പൽ വഴിയും എത്തുമ്പോൾ മോഹൻലാലിന്റെ സ്റ്റീഫൻ എന്ന കഥാപാത്രം പീഡനക്കേസിൽ ജയിലിലാണ്. എന്നാൽ ഫോൺ എത്തിച്ചു നൽകുന്ന പോലീസുകാരന് കോൾ വരുന്നത് അധോലോകത്ത് നിന്നാണ്. പൃഥ്വിയുടെ അധോലോക ഗ്യാങ്സ്റ്ററും കൂട്ടാളികളുമാണ് സ്റ്റീഫനായി ഈ ദൗത്യം നിർവഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒരു സംഘടന ഉണ്ടോ എന്ന കാര്യത്തിൽ നൂറ്റാണ്ടുകളായി ചർച്ച നടന്നിട്ടുണ്ട്. അതിന് ഏറെ ആക്കം കൂട്ടിയ പുസ്തകങ്ങളിലൊന്നാണ് ഡാൻ ബ്രൗണിന്റെ ഏഞ്ചൽസ് ആൻഡ് ഡീമൻസ്. ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരുമാണ് ഇലുമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1700കളിൽ ഒരു ബവേറിയൻ പ്രൊഫസറാണ് ഇലുമിനാറ്റിക്ക് രൂപം നൽകിയത് എന്ന വാദവും നിലനിൽക്കുന്നുണ്ട്. പരമ്പരാഗത വിശ്വാസങ്ങളെ തകർക്കുന്നതിനായി ചിന്തകന്മാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകി എന്നാണ് പറയപ്പെടുന്നത്. 13 പുരാതന രാജകുടുംബങ്ങളാണ് പൊതുവിൽ ഇലുമിനാറ്റിയെ നിയന്ത്രിക്കുന്നത് എന്നാണ് കരുതുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റോത്ത്ഷിൽഡ് കുടുംബം. സംഘടനകളും വ്യക്തികളുമായി ഇവർ ലോകാക്രമത്തെ തന്നെ നിയന്ത്രിക്കുന്നു എന്ന വളരെ പ്രശസ്തമായ ഒരു ഗൂഢാലോചന സിദ്ധാന്തമുണ്ട്. ശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തികം തുടങ്ങി എല്ലാ മേഖലകളിലും ഇവരുടെ ആളുകൾ പ്രവർത്തിക്കുന്നു. ഇതിൽ സാമ്പത്തിക മേഖലയാണ് റോത്ത്ഷിൽഡ് കുടുംബം നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇത് തീർത്തും കെട്ടുകഥയാണെന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ബിഷപ്പ് ഡോക്ടർ ജോസഫ് കുരിയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് മലയാള സിനിമാ വ്യവസായത്തിന് ഉണർവുണ്ടാക്കിയ സിനിമകൾക്കെതിരെയാണ്. ബിഷപ്പ് വിമർശിച്ച 3 സിനിമകളും 100 കോടി ക്ലബിൽ കയറിയ ചിത്രങ്ങളാണ്. ആവേശവും മഞ്ഞുമ്മൽ ബോയ്സും പ്രേമലുവും മലയാള സിനിമാ വ്യവസായത്തിന് വലിയ ഉണർവാണ് നൽകിയത്. 2004 വർഷത്തിൽ 1000 കോടി ക്ലബിൽ മലയാള സിനിമ കയറിയിരുന്നു. കോവിഡ് കാലവും OTT പ്ലാറ്റ്ഫോമുകൾ തീർത്ത പ്രതിസന്ധിയും പിന്നിട്ട് മലയാള സിനിമ വ്യവസായികമായി തിരിച്ചെത്തുന്നത് ഈ വർഷമാണ്. കഴിഞ്ഞ വർഷം 2018 RDX, കണ്ണൂർ സ്ക്വാഡ്, രോമാഞ്ചം തുടങ്ങിയ സിനിമകളിലൂടെ 500 കോടിയുടെ കച്ചവടം നടന്നെങ്കിലും ഇൻഡസ്ട്രി മൊത്തത്തിൽ ലാഭകരമായിരുന്നില്ല. എന്നാൽ ഈ വർഷത്തെ ആദ്യ 4 മാസങ്ങൾ പിന്നിടുമ്പോൾ 200 കോടിയും 100 കോടിയും 50 കോടിയും കളക്ഷൻ നേടിയ ഒന്നിലേറെ സിനിമകളുണ്ട് മലയാളത്തിൽ. മെയ് പകുതി വരെ ഏകദേശം 1000 കോടിയുടെ ബിസിനസ്സാണ് മലയാള സിനിമ ഉണ്ടാക്കിയത്. ഇത് റെക്കോർഡാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയായ ബോളിവുഡിന് പോലും ഈ വർഷം ഈ നേട്ടത്തിൽ എത്താനായിട്ടില്ല. കഴിഞ്ഞ വർഷം ഷാരൂഖ് ഖാന്റെ പത്താൻ, ജവാൻ പോലുള്ള സിനിമകളിലൂടെ വ്യവസായികമായി നേട്ടമുണ്ടാക്കിയ ബോളിവുഡിന് 2024 ആ നേട്ടം നിലനിർത്താനായിട്ടില്ല. തെലുങ്കിലും തമിഴിലും സൂപ്പർ താരങ്ങളുടേത് ഉൾപ്പെടെയുള്ള സിനിമകൾക്ക് ഈ വർഷം പ്രതീക്ഷയ്ക്കൊത്ത് തിയേറ്റർ നേട്ടമുണ്ടാക്കാനായില്ല. അവിടെയാണ് മലയാള സിനിമയുടെ കുതിപ്പ് രാജ്യവ്യാപകമായി ശ്രദ്ധേയമാകുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഐ ഹോസ്പിറ്റൽ റോഡ്.